ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഹൈപ്പോഗ്ലൈസീമിയ ഒരു എമർജൻസിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം ആ രോഗിയുടെ ബോധാവസ്ഥയാണ്. രോഗിക്ക് നല്ല ബോധമുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു റൂളുണ്ട്, 15-15 റൂൾ എന്ന് പറയും. അതായത് ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ 15 grams ഓഫ് ഗ്ലൂക്കോസ് അഥവാ 15 grams ഓഫ് ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് കൊടുക്കണമെന്നാണ്. എന്നിട്ട് നമ്മൾ ഒരു 15 minutes കഴിഞ്ഞ് വീണ്ടും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതൊരു 100-ന് മുകളിലാവുകയാണെങ്കിൽ പേഷ്യൻ്റ് സേഫായി എന്നാണ് അർത്ഥം. 100-ന് മുകളിലായില്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് 100 ആകുന്നവരെ. അതേപോലെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? 15 grams ഓഫ് ഗ്ലൂക്കോസ് അടങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത്? ആദ്യമായി ഞാൻ പറയുന്നത്, ഇപ്പോൾ പേഷ്യൻറ്റിന് ഗ്ലൂക്കോസ് കുറയുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഗ്ലൂക്കോസ് പൊടി ഉണ്ടെങ്കിൽ ഒരു 3-4 ടീസ്പൂൺ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ വെള്ളത്തിൽ കലക്കി കൊടുക്കാം, അല്ലെങ്കിൽ വായിൽ നേരെ കൊടുക്കുകയും ചെയ്യാം. അത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന മധുരമുള്ള ഭക്ഷണ പാനീയങ്ങളാണ്. അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഒരു 1/2 കപ്പ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് ഓഫ് എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സും കൊടുക്കാം. അതും പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ നമ്മൾ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാവുന്നത് ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണി അല്ലെങ്കിൽ കോൺ സിറപ്പ് ഇവയെല്ലാം കൊടുക്കാവുന്നതാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണം എന്താണോ അത് കൊടുക്കണം. അതേപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ ട്രീറ്റ് ചെയ്തതിന് ശേഷം നോർമൽ ഫുഡ് എന്തെങ്കിലും കഴിക്കാനും പേഷ്യനോട് പറയണം. അതേപോലെ ഹൈപ്പോഗ്ലൈസീമിക്ക് നമ്മൾ ഹോമിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറുന്നില്ലാത്തൊരവസ്ഥ വരിക, അതേപോലെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുക, ബോധം കുറഞ്ഞു വരിക, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, സിവിയറായിട്ട് വോമിറ്റിംഗ് വരിക, ഈ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ അല്ല. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ജെല്ലോ പേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വായിൽ വേണമെങ്കിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. കാരണം മ്യൂക്കസ് മെമ്പറൈനിലൂടെയുള്ള അബ്സോർപ്ഷൻ ഗ്ലൂക്കോസ് ഉള്ളത് കൊണ്ട് കുറച്ച് ഹൈപ്പോഗ്ലൈസീമിയ കറക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഒരു ടൈപ്പ് 1 പ്രമേഹ രോഗിയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ഗ്ലൂക്കോഗോൺ ഇഞ്ചക്ഷൻ. അത് പൊതുവെ 2 രീതിയിലെടുക്കാം. ഒന്നെങ്കിൽ കൊഴുപ്പിലെടുക്കുന്ന സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ മസിലിലെടുക്കുന്ന ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ. ഇത് കൊടുത്തിട്ട് ഹൈപ്പോഗ്ലൈസീമിയ കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടും ഹൈപ്പോഗ്ലൈസീമിയ കറക്റ്റ് ആകുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അവിടെ ചെന്ന് ഡ്രിപ്പ് ഇട്ട് തന്നെ, അതായത് ഡെക്സ്ട്രോസ് ഫ്ലൂയിഡ് ഇട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്.